ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? പനീർ ബീൻ സാലഡിനും പെന്നെ എഗ് സലാഡിനും ശേഷം നമ്മുടെ MA5 അവതരിപ്പിക്കുന്ന നെക്സ്റ്റ് സലാഡ് എപ്പിസോഡാണ് ഇന്നത്തേത്. ഒരു പപ്പായ ബോട്ട് സലാഡ്. അപ്പോൾ വേഗം റെസിപ്പി കണ്ടാലോ? അധികം സമയമൊന്നും ചിലവാക്കാതെ ഈസി ആയിട്ട് എന്നാൽ ഹെൽത്തി ആയിട്ട് ഒരു ഫ്രൂട്ട് ബോൾ, ഒരു പപ്പായ ബോട്ടിൻ്റെ രൂപത്തിൽ. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഒരു പപ്പായ ബോട്ട് നമുക്കിഷ്ടപ്പെട്ട കുറച്ച് ഫ്രൂട്ട്സും നട്ട്സും സീഡ്സും ഒക്കെ വെച്ച് എങ്ങനെ റെഡിയാക്കാമെന്ന് നമുക്ക് നോക്കാം. ആവശ്യത്തിന് മധുരമൊക്കെ ഉള്ള ഒരു പപ്പായയാണ്. അപ്പോൾ കുരുവൊക്കെ കളഞ്ഞ് അകത്തെ ആ വെള്ളപ്പാടയൊക്കെ മാറ്റി നമുക്ക് ചെറുതായിട്ട് ഈ പപ്പായ ഒന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ ഉൾഭാഗമൊക്കെ നമുക്കൊന്ന് സ്കൂപ്പ് ചെയ്ത് ഇടാം. ഇനി നമ്മുടെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഗ്രീക്ക് യോഗട്ടാണ്. ഒരു ചെറിയ കപ്പ് ഗ്രീക്ക് യോഗട്ട്, അതും പ്ലെയിൻ യോഗട്ടാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഈ ഗ്രീക്ക് യോഗട്ടും നമ്മുടെ പപ്പായയുടെ മിക്സും കൂടെ നമുക്കൊന്ന് മിക്സാക്കി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് വയ്ക്കാം. നമ്മുടെ ഈ പപ്പായ ബോട്ടിന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. നമ്മുടെ ഇഷ്ടത്തിനുള്ള കുറച്ച് ഫ്രൂട്ട്സ്, കുറച്ച് നട്ട്സ് ഉണ്ടെങ്കിൽ കുറച്ച് ഗ്രനോലയും ഹണിയും നമ്മുടെ പപ്പായ ബോട്ട് റെഡിയായി. കേട് ഇഷ്ടമുള്ളവർക്ക് കേട് യൂസ് ചെയ്യാം. അല്ല, കേട് പറ്റില്ല എങ്കിൽ നമുക്ക് കുറച്ച് ചിയാ സീഡ് ഇട്ട് കുതിർത്ത് വെച്ച പാല് ഉപയോഗിക്കാം. ഇതിലേത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. നമ്മുടെ ഇഷ്ടത്തിന് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പുളി ഇല്ലാത്ത ഫ്രൂട്ട്സ് ആയിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ടാണ് എടുത്തേക്കുന്നത്. നല്ല മധുരമുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ്. അപ്പോൾ ഒരു ഹാഫ് ഡ്രാഗൺ ഫ്രൂട്ട് ചെറുതായി സ്ലൈസ് ചെയ്ത് നമുക്ക് വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് നട്ട്സാണ് വേണ്ടത്. ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാം. ഞാൻ കുറച്ച് വാൾനട്ടും ആൽമണ്ട്സുമാണ് എടുത്തേക്കുന്നത്. അതുകൂടി നമുക്കിട്ട് കൊടുക്കാം. ഇനി വേണ്ടത് കുറച്ച് റൈസിൻസാണ്. ഒരു മധുരം ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? അപ്പോൾ ഒരു ഹാൻഡ്ഫുൾ ഓഫ് റൈസിൻസും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് സീഡ്സ് ആകാം. കുറച്ച് ഫ്ലാക്സ് സീഡ്സും കുറച്ച് ചിയ സീഡ്സും. ഇതും നമ്മൾ നമ്മുടെ യോഗട്ട് നട്ട്സ് മിക്സിലേക്കിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ഏകദേശം എല്ലാ ഇൻഗ്രീഡിയൻസും ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈസി പീസി പപ്പായ ബോട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് കുറച്ച് മധുരമാണ്. മധുരം ഓപ്ഷണലാണ്. അപ്പോൾ ഞാനൊരു ഒരല്പം ഹണി കൂടി ഇതിന് മുകളിലേക്ക് ഒന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള പപ്പായ ബോട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട്. പപ്പായയും യോഗട്ടും പിന്നെ നമ്മുടെ കുറച്ച് ഫ്രൂട്ട്സും നട്ട്സും സീഡ്സും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വേണമെങ്കിൽ ചിൽ ചെയ്ത് നമുക്കിതിനെ കഴിക്കാം. അപ്പോൾ എല്ലാവരും പപ്പായ ബോട്ട് ട്രൈ ചെയ്യില്ലേ? ചാനൽ ഇഷ്ടപ്പെട്ടാൽ, വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എന്നത്തെയും പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക. അപ്പോൾ സാലഡ് സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡിൽ എന്ത് റെസിപ്പിയാണ് വേണ്ടത്? കമൻറ്റ് ചെയ്യണേ.